ഇന്നത്തെ റെസിപ്പി ഗോബി മഞ്ചൂരിയനാണ്. കോളിഫ്ലവർ മഞ്ചൂരിയൻ റെസിപ്പി. വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഡിഷാണിത്. ഇനി കോളിഫ്ലവർ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെ കൂടി മാച്ചായിട്ട് പോകും. ഫ്രൈഡ് റൈസിനൊക്കെ അടിപൊളിയാണ്. എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കോളിഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 300 ഗ്രാം ഉണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളം കോളിഫ്ലവറിന് മുകളിൽ വരുന്ന രീതിയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനിഗറും ചേർത്ത് ഒരു 15-20 മിനിറ്റ് നേരത്തേനൊന്ന് ഇളക്കി വയ്ക്കാം. ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ മുകളിലോട്ട് ഈ സമയത്ത് പൊങ്ങി വരും. ചൂട് കൂടുതലാണെങ്കിൽ കീടങ്ങളുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഇങ്ങനെ ചത്തിരിക്കും. ഒരു 20 മിനിറ്റിന് ശേഷം നല്ലവണ്ണം ഒലച്ച് കഴുകി ഒരു സ്റ്റെയിനറിനകത്തോട്ട് വെള്ളം തോർന്നിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആദ്യം ഇതിൽ കോൺഫ്ലോർ ചേർക്കുക, 1 ടേബിൾ സ്പൂൺ. കോളിഫ്ലവർ നനവുണ്ടല്ലോ, അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് ഒട്ടിയിരിക്കും ഈ പൊടിയൊക്കെ. വീണ്ടും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോട് ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കുക. ഇനി ഇതിൽ ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഇനി ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. വീണ്ടും ഇത് നല്ലവണ്ണം ഒന്ന് കുടഞ്ഞെടുക്കുക. ഇനി കോൺഫ്ലോർ ചേർക്കുക. 3ാമത്തെ സ്പൂണാണിത്. ഇത് ഞാൻ ചേർക്കുന്നത് മൈദയാണ്, 1 സ്പൂണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. വീണ്ടും നല്ലവണ്ണം ഒന്ന് കുടഞ്ഞെടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം തളിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിൽ ഒരുപാട് തിക്ക കോട്ടിങ്ങായിട്ട് ഞാൻ എടുക്കുന്നില്ല, തിന്നായിട്ടുള്ള കോട്ടിങ്ങാണ് എടുക്കുന്നത്. നല്ലവണ്ണം ഇളക്കിയെടുത്തതിന് ശേഷം 1 സ്പൂൺ കോൺഫ്ലവറൂടെ ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു 6 സ്പൂൺ വരെ കോൺഫ്ലോറും മൈദയോടെ മിക്സ് ചെയ്ത് ചേർക്കാം. കൂടുതലായിട്ട് ചേർക്കേണ്ടത് കോൺഫ്ലോറാണ്. 4 സ്പൂൺ കോൺഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ മൈദ എന്നുള്ള കണക്ക്. വളരെ തിന്നായിട്ടുള്ള കോട്ടിങ്ങാണ്, ഇത്രയും മതി. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നേരം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് വറുത്തെടുക്കുകയാണ്. ചീനച്ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണയും നല്ലവണ്ണം ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് പെറുക്കിയിടുക. എല്ലാം പെറുക്കിയിട്ട ശേഷം ഉടനെ തന്നെ ഇളക്കരുത്. ഒരു 15-20 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിലോട്ട് ഇടുക. ഒരേ തീയിൽ തന്നെ മൊത്തത്തിൽ വറുത്ത് കോരുക. ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 3 ബാച്ചായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഒരു ബാച്ചായിട്ട് വറുത്ത് കോരിയിട്ട് ബാക്കി എണ്ണ വറുത്തത് അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ അതിലും നല്ലത് ഇങ്ങനെ കുറച്ച് എണ്ണയിൽ തന്നെ വറുത്ത് കോരുന്നതാണ്. ഇത് കണ്ടില്ലേ, എണ്ണയിൽ ഒട്ടും മസാല ഒന്നും കലങ്ങി പിരിഞ്ഞ് വരികയോ അല്ലെങ്കിൽ എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നല്ല ക്രിസ്പിയാണ്. ഇത് വേറെ മസാലകളൊന്നും ചേർത്തില്ലെങ്കിൽ ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വഴിയോരങ്ങളിലൊക്കെ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പി കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട്. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് കൊത്തിയരിഞ്ഞ് വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം. ഇതിൽ ഇഞ്ചി ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഫട്ടാഫട്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി സൈഡിൽ വെച്ചിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഗാർലിക്ക് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചേർത്ത ഉള്ളിത്തണ്ടില്ലേ, ഉള്ളിത്തണ്ടിൻ്റെ അടിഭാഗത്തെ വെള്ള ഭാഗമാണ് അത് കട്ട് ചെയ്ത്. കുറച്ച് സവാള, കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് ഇളക്കിയെടുക്കുക. ഒരു 15 സെക്കൻഡ് നേരത്തേന്. ഒത്തിരി അങ്ങ് വഴന്ന് വരണ്ട, ഒരു ക്രഞ്ചി ലെവലിൽ നിൽക്കുന്ന രീതിയിൽ ഇളക്കിയെടുക്കുക. സവാളയും ക്യാപ്സിക്കവും അധികം വേണ്ട. കുറച്ചുകൂടെ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും ഈ സമയത്ത് ചേർക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസും കെച്ചപ്പോടെ മിക്സ് ചെയ്താലും ഈ അളവിൽ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ് ചേർക്കുക. ഈ സമയത്തെല്ലാം തീ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കുക. സോസെല്ലാം നല്ലവണ്ണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക. ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർക്കാം. ഇത് ബാലൻസ് ആകാൻ വേണ്ടിയാണ്, ഒരല്പം ചേർക്കുക. ഇനി ഗ്രേവിക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. അങ്ങനെ 1 ടീസ്പൂണ് കോൺഫ്ലോർ എടുത്ത് കലക്കി വെച്ചിട്ടുണ്ട്.
അത് കുറേശ്ശെ ഒഴിച്ച് പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കുക. തിക്കാകുന്നതിനനുസരിച്ച് സ്റ്റോപ്പ് ചെയ്യുക. അത്ര ഒഴിച്ചിട്ടില്ല, ഞാൻ കുറച്ചേ അതിൽ നിന്ന് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേന് പാകത്തിനുള്ള തിക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. ആ കോൺഫ്ലോറിൻ്റെ ഒരു പച്ച ടേസ്റ്റ് അത് പെട്ടെന്ന് മാറിക്കോളും. ഇനി മെയിനായിട്ട് വേണ്ട സാധനമാണ് ഉള്ളിത്തണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി കോളിഫ്ലവർ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചുകൂടി ഒന്ന് സ്പൈസി ആക്കി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി കുറച്ച് ചേർക്കാവുന്നതാണ് ഈ സമയത്ത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, പച്ചമുളകും ചേർത്ത് സ്പൈസി ആക്കി എടുക്കാം. ഞാനിതിൽ മിതമായ രീതിയിലുള്ള എരിവ് മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ. ഒരു 10 സെക്കൻഡ് നേരത്തിന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. പെട്ടെന്ന് ഇത് ഡ്രൈ ആകും. ഞാനിത് ഡ്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഗ്രേവി ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കുന്ന ചൂടുവെള്ളം കുറച്ചുകൂടി കൂടുതലായിട്ട് ഒഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ സോസും കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം. എന്നാലേ ആ ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഓരോ സ്പൂൺ കൂടുതലായിട്ട് സോസ് കൂടെ ചേർക്കണം. ബാക്കിയെല്ലാം അതുപോലെ ചെയ്താൽ മതിയാകും. വീണ്ടും ഇതേ പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് ഡ്രൈ ആകും. പാകത്തിനായതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നതാണ് നല്ലത്. കോളിഫ്ലവറിലെ പൊടി ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു 6 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. അത് കൂടുതലായി കഴിഞ്ഞാൽ ഒരുപാട് കട്ടിക്കങ്ങ് പൊതിഞ്ഞിരിക്കും. എല്ലാം ഉരുണ്ട് ഒരേ ഷേപ്പിലായിട്ടിരിക്കും. നമുക്ക് ആ കോളിഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് കൂടെ അറിയണമല്ലോ. അപ്പോൾ തിന്നായിട്ടുള്ളൊരു കോട്ടിംഗാണ് നല്ലത്. പിന്നെ സോയ സോസ് ഞാനിവിടെ ഡാർക്ക് സോയ സോസാണ് ഉപയോഗിച്ചത്. നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കണം. പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് ഒട്ടുമില്ലാത്ത ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ഇലയൂടെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ടിപ്പുകൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. ഇനി ഗോബി മഞ്ചൂരിയൻ വാങ്ങാനായിട്ട് റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അളവും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കമൻറ്റ് തരാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോട് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിട്ടാൽ മാത്രമേ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.